മൊഡ്യൂൾ 3-ൽ നമുക്ക് 2 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഒന്ന് ക്വാണ്ടം മെക്കാനിക്സ്, പിന്നെ ഒന്നുള്ളത് നാനോ മെറ്റീരിയൽസ് എന്നാണ്. അപ്പോൾ നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് നാനോ മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 3 നാനോ മെറ്റീരിയൽസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നാനോ പാർട്ടിക്കിൾസ്? എക്സ്പ്ലെയിൻ 0 dimensional, 1 dimensional, 2 dimensional and 3 dimensional structures. Okay, nano comes from the Greek word nano, which means dwarf, extremely small. Nanomaterials are those materials having dimensions in the range 0.1 nanometer to 100 nanometer. അതായത് നമ്മളുടെ ഇപ്പോൾ ബൾക്ക് മെറ്റീരിയൽസിനെ സൈസ് റെഡ്യൂസ് ചെയ്ത് 0.1 നാനോമീറ്റർ മുതൽ 100 നാനോമീറ്റർ റേഞ്ചിൽ വരുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബൾക്ക് സൈസിൽ അത് കാണിക്കുന്ന പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ് അത് നാനോ സൈസിൽ കാണിക്കുന്നത്. അപ്പോൾ നാനോ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്മോൾ എന്നാണ്. ഇതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് കിട്ടിയേക്കണേ. Nano materials comes from the Greek word nano, which means dwarf, and the size of the nano range നിങ്ങൾ പഠിച്ചിരിക്കുക. Size of the nano material is in the range 0.1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ. ഇത് മനസ്സിലാക്കിയേക്കുക, 0.1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ. ഓക്കെ, on the basis of dimension they are classified into 3 category: 0, 1, 2 and 3 dimensional. അപ്പോൾ നാനോ പാർട്ടിക്കിൾസിനെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: 0, 1 dimension, 2 dimension, 3 dimension. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ ബൾക്ക് സൈസിലിരിക്കുന്നു. അതിനെ നമുക്ക് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഓക്കെ, 0 ഡയമെൻഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഒറിജിനിൽ കൊണ്ടുവരുന്നു, വൈ ആക്സിസിനെ റെഡ്യൂസ് ചെയ്ത് ഒറിജിനിലേക്ക് എത്തിക്കുന്നു, ഇസഡ് ആക്സിസിനെ റെഡ്യൂസ് ചെയ്ത് ഒറിജിനിലേക്ക് എത്തിക്കുന്നു. അതായത് all the 3 dimensions are reduced to nano size. നമ്മൾ ആ 3 ഡയമെൻഷനും നാനോ സൈസിലേക്ക് റെഡ്യൂസ് ചെയ്താൽ ആ മെറ്റീരിയലിനെയാണ് 0 ഡയമെൻഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു ആക്സിസും കാണില്ല. all the 3 dimensions are reduced to nano size. it is called 0 dimensional structures. ഓക്കെ, അപ്പോൾ അതായത് അങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി. ഈ 3 ആക്സിസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പേര് 0 ഡയമെൻഷണൽ സ്ട്രക്ചർ. അതായത് ബൾക്ക് സൈസിൽ ഒരു ഡയമെൻഷനും ഇല്ല, ബൾക്ക് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡയമെൻഷനും അതിനകത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പേര് 0 ഡയമെൻഷണൽ സ്ട്രക്ചർ. അപ്പോൾ ഈ പേര് നമ്മൾ അതിന് കൊടുക്കുന്നത് ഏതെങ്കിലും ആക്സിസ് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള മീനിങ്ങിലാണ്. അതായത് 0 ഡയമെൻഷണൽ സ്ട്രക്ചറിൽ all the 3 dimensions are reduced to nano size. അതാണ് എഴുതിയേക്കണം, 0 ഡയമെൻഷൻ സ്ട്രക്ചർ. when all the 3 dimensions of a material are reduced to nano size, it is called 0 dimensional structures. thus the size of a 0 dimensional structure of nanoparticle is 1 nanometer and it is called quantum dot or 0 dimensional structure. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മെറ്റാലിക് നാനോ പാർട്ടിക്കിൾ. അപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഈ 3 ആക്സിസും നാനോ സൈസിലേക്ക് കൊണ്ടുവന്നാൽ ഇറ്റ് ലുക്ക് ലൈക്സ് എ ഡോട്ട്, therefore it is called quantum dot. ഈ 3 ആക്സിസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് 0 ഡയമെൻഷണൽ സ്ട്രക്ചറും ആണ്, അതേപോലെ അതൊരു ഡോട്ടായിട്ട് ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ക്വാണ്ടം ഡോട്ട്. അപ്പോൾ 0 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് ആർ ഓൾസോ കോൾഡ് ക്വാണ്ടം ഡോട്ട്. എക്സാമ്പിൾ മെറ്റാലിക് നാനോ പാർട്ടിക്കിൾസ്. അടുത്ത 1 ഡയമെൻഷണൽ സ്ട്രക്ചർ. 1 ഡയമെൻഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിൽ ഒരു ആക്സിസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ പേര് 1 ഡയമെൻഷണൽ സ്ട്രക്ചർ. അപ്പോൾ 2 dimensions are reduced to nano size. അതാണ് ആൻസർ. ഇഫ് 2 sides of a material are reduced to nano size, the remaining third dimension remain as such big size. It is called 1 dimensional structures.
ഓർ ക്വാണ്ടം വയർ അല്ലെങ്കിൽ റോഡ്, നാനോ റോഡ് എന്നൊക്കെ പറയും, ക്വാണ്ടം റോഡ്, അതായത് ഒരു ലൈൻ പോലെ ഫീൽ ചെയ്യും. ദെയർഫോർ ഇറ്റ് ഈസ് കോൾഡ് വൺ ഡയമെൻഷണൽ സ്ട്രക്ചർ. എക്സാമ്പിൾ കോപ്പർ വയർ, കാർബൺ റോഡ്. അപ്പോൾ ഇൻ വൺ ഡയമെൻഷണൽ സ്ട്രക്ചർ 2 ഡയമെൻഷൻസ് ആർ റെഡ്യൂസ്ഡ് ടു നാനോ സൈസ്. ഓക്കെ, അടുത്ത 2 ഡയമെൻഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 1 ഡയമെൻഷൻസ് ആർ റെഡ്യൂസ്ഡ് ടു ഓൺലി 1 ഡയമെൻഷൻസ് ആർ റെഡ്യൂസ്ഡ് ടു നാനോ സൈസ് കീപ്പിംഗ് 2 ഡയമെൻഷൻസ് ഇൻ ലാർജ് സൈസ്. ഇറ്റ് ഈസ് കോൾഡ് 2 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ്. അതിന് എക്സാമ്പിൾ ക്വാണ്ടം ഫിലിം. അപ്പോൾ 2 ഡയമെൻഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. 1 is reduced to nano size. അപ്പോൾ in 2 dimensional structure 1 dimension is reduced to nano size and 2 are in big size. അപ്പോൾ അതൊരു എക്സും വൈയും അവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് എന്ത് പോലെ ഫീൽ ചെയ്യും? ഒരു നാനോ ഫിലിം ഷീറ്റ്, ക്വാണ്ടം ഷീറ്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നാനോ ട്യൂബ്, ക്വാണ്ടം ഷീറ്റ്. എക്സാമ്പിൾ കാർബൺ നാനോ ട്യൂബ് ഓർ സെമി കണ്ടക്ടിങ് സർഫസ്. അടുത്ത 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷനും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും എന്നാണ്. അതായത് അവിടെ നാനോ സൈസിലേക്ക് നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല. ഇഫ് ദ മെറ്റീരിയൽ ഹാവിങ് ഓൾ ദ 3 ഡയമെൻഷൻസ് ആർ ഇൻ ബിഗ് സൈസ് ഇറ്റ് ഈസ് കോൾഡ് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ. എക്സാമ്പിൾ മെറ്റീരിയൽ ഇൻ ബൾക്ക് ഫോം. അതിൻ്റെ വലിയ സൈസിലിരിക്കുന്ന ആ അവസ്ഥയാണ് എന്ത്? അതിൻ്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ. അപ്പോൾ നാനോ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 4. 0 ഡയമെൻഷണൽ സ്ട്രക്ചർ, 0 dimensional, 1 dimensional, 2 dimensional and 3 dimensional. In 0 dimensional structures എന്താണ് പ്രത്യേകത? 0 ഡയമെൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരെണ്ണം ബിഗ് സൈസിൽ ഇല്ല എന്നാണ് അർത്ഥം. 0 ഡയമെൻഷൻ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു സൈസും ആ പാർട്ടിക്കിളിൻ്റെ ബിഗ് സൈസിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ദെയർഫോർ ഓൾ ദ 3 ഡയമെൻഷൻസ് ആർ റെഡ്യൂസ്ഡ് ടു നാനോ സൈസ്. അങ്ങനെ 3 ഡയമെൻഷനും നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നാൽ ഇറ്റ് ഫീൽ ലൈക്ക് എ ഡോട്ട്. ദെയർഫോർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്വാണ്ടം ഡോട്ട്. ഇനി ഇൻ 1 ഡയമെൻഷണൽ സ്ട്രക്ചർ ഒരെണ്ണം മാത്രമേ അതിൻ്റെ ലാർജ് സൈസിലുള്ളൂ. 2 ഡയമെൻഷൻസ്